എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ ഞാനൊന്ന് പറയട്ടെയോ, ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അമല് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ എന്റെ പ്രിയമുള്ളവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ അവിടുന്ന് മഹദി പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ്, കാന യദഉ ഫിസ്സലാത്തി വയഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്തമി വൽ മഗ്റമി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കാര്യങ്ങൾ അതാ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യാറുണ്ട്. മാത്രമല്ല നമസ്കാരത്തിന്റെ ഇടയിൽ നമസ്കാരം കഴിഞ്ഞിരുന്നാലും നമസ്കാരം കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുന്ന കാര്യവും ഇത് തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത് റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ പടച്ചവനേ ഞാൻ നിന്നോട് എല്ലാത്തിൽ നിന്നും കാവൽ ചോദിക്കുന്നു. ഞാൻ കാവലിനെ ചോദിക്കുന്നെന്ന് മാത്രമല്ല, ഏത് കാര്യത്തെ ചോദിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകന് കാവലിനെ ചോദിക്കുന്നത്? മിനൽ മഅ്സമി, ഒന്ന് കുറ്റകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നുമാണ്. മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശത്തരം ആളുകൾ നമ്മെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു വലിയ അദാബിൽ നിന്ന്, മറ്റുള്ളവരുടെ ആക്ഷേപ കാര്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ദുആ ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് അവിടുന്ന് പറയുന്നത്, അല്ലാഹുവേ നീ കാവൽ തരണം. എന്തിൽ നിന്ന് കാവൽ തരണം? എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുക അല്ലെ, നമ്മളൊരു പ്രവർത്തനം അത് മോശമായത് കൊണ്ട് ജനങ്ങൾ മുഴുവനും നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിൽ നിന്ന് അല്ലാഹുവേ എന്നെ നീ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ടൊരു തെറ്റും വരരുത്, നമ്മുടെ ചിന്ത കൊണ്ടൊരു തെറ്റും വരരുത്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടൊരു തെറ്റ് വരരുത്. ആ തെറ്റ് വരുമ്പോഴാണല്ലോ മറ്റുള്ള ആളുകൾ നമ്മെ കുറിച്ച് മോശത്തരം പറയുന്നത്. അങ്ങനെ ഒരു തെറ്റ് വരരുത് എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണേ. റസൂൽ ദുആ ചെയ്തതാണ്. ഇനി രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്ന കാര്യം എന്തെന്നറിയോ? വൽ മഗ്റമി, അല്ലാഹ് കടക്കാരായി എന്നെ നീ ആക്കരുത് അല്ലാ, എന്നെ നീ കടക്കാരനാക്കരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാണ്. ഒരിക്കലും റബ്ബേ ജിന്നെ കടത്തിൽപ്പെടുത്തരുതേ, കടക്കാരനാക്കി മാറ്റരുതേ. അങ്ങനെ എങ്ങാനും കടക്കാരനാക്കിയാലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നബിയെ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്നത്? മാ അക്സറ മാ തതഈദൂ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയെ നിങ്ങൾ അങ്ങനെ കടക്കാരനാക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് നോക്കണേ. തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നർ റജുല ഇദാ ഗരിമാ, അങ്ങനെ കടക്കാരനാക്കരുത് എന്ന് ഞാൻ ദുആ ചെയ്യാനുള്ള കാര്യം എന്തെന്നറിയോ? ഒരാളിൽ നിന്നെങ്ങാനും നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ, അതാ അവിടുന്ന് പറയുകയാണ്, നമ്മളിങ്ങനെ കളവിനെ സംസാരിക്കേണ്ടി വരുമല്ലോ, പഠിച്ചവനെ ഓ ചോദിക്കാനടാ, ഞാൻ നിന്റെ അടുത്ത് കടം വാങ്ങിയതുണ്ടല്ലോ, ഞാൻ നിന്റെ അടുത്ത് കടം വാങ്ങിയിട്ടില്ലായിരുന്നോ? ആ കടം
വാങ്ങിയത് എവിടെയാണ്, അത് നീ നൽകണേ എന്ന് ചോദിക്കുമ്പോ പറയാണ്, എടാ ഞാൻ നിനക്ക് വൈകുന്നേരം തരാം, എടാ ഞാൻ നിനക്ക് നാളെ തരാം. അവിടെ കളവ് വന്നു പോവാണ്. എത്ര ആളുകളാണ് എൻ്റെ പ്രിയമുള്ളവരെ കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്ന ആളുകൾ എത്ര പേരുണ്ടെന്നറിയോ? നമ്മൾ കടം കൊടുക്കും, എന്തെങ്കിലും നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് പല ആളുകളും കടം ചോദിക്കുന്നവർക്ക് കടം കൊടുക്കും. പക്ഷെ ആ കടം കൊടുത്തതിന്റെ പേരിൽ എത്ര ആളുകളാണ് അവിടെ നിന്ന് കുടുങ്ങിയിട്ടുള്ളത്. ലക്ഷങ്ങൾ കടം കൊടുത്തിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാത്ത ആളുകള്, വിശ്വാസത്തിന്റെ പേരില് അവരുടെ ബന്ധങ്ങളുടെ പേരിൽ കടം കൊടുത്തിട്ട് പിന്നീട് ആ കടമെങ്ങാനും ചോദിക്കുമ്പോൾ അവന്റെ ഔദാര്യത്തെ പിടിച്ചു പറിച്ചു പറയുന്നത് പോലെ, ചോദിക്കുന്നത് പോലെ അവിടുന്ന് ശകാര വാക്കുകൾ പറഞ്ഞിട്ട്, അവിടുന്ന് ആക്ഷേപ വാക്കുകൾ പറഞ്ഞിട്ട് കടം കൊടുത്ത് സഹായിച്ചവനെ ആട്ടിവിടുന്നത് കാണാലോ. എടാ ഞാനങ്ങോട്ട് തെരുവിലേജന്തിനാ വെറുതെ ഇടങ്ങാറാക്കണത്, എടാ ഞാനങ്ങോട്ട് തെരുവിലേജന്തിനെ അങ്ങനെ ശല്യപ്പെടുത്തുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് മോശത്തരം പറയുന്ന എത്ര പേരുണ്ട്. ഇനിയോ ഇനി കടം ചോദിക്കുകയാണ്, കടം നമ്മൾ കൊടുത്താലോ? ഒരാൾക്ക് എടാ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കൂല, നീ അഥവാ അടുത്താ തന്നെ ഒന്ന് വൈകുന്നേരം തരാം, അല്ലെങ്കിൽ പറയാ നാളെ എന്തായാലും ഉറപ്പാട്ടോ, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് പറയും, ഞാൻ ഇന്ന ഡേറ്റിൽ തരാട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അവനെ കാണുന്നില്ലല്ലോ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ ഒരാൾ കടം മേടിച്ചാൽ ഹദ്ദസ ഫകദബ, അവൻ കളവ് പറയേണ്ടി വരുമല്ലോ. അതിനെ ഞാൻ ഭയക്കുന്നുണ്ട് സ്വഹാബ. റസൂലുള്ളാഹിക്ക് ഒരിക്കലും കടം മേടിക്കേണ്ട ആവശ്യമൊന്നും വരൂല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമ്മളെയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ ഇത് റസൂലുള്ളാഹി ഇങ്ങനെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് നമ്മയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നോക്കൂ, വഅദ ഫഅഖ്ലഫ, പിന്നെയോ വാക്ക് നമ്മൾ പാലിക്കേണ്ടി വരൂല. നമ്മുടെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ലംഘിക്കേണ്ടി വരികയാണ് അവിടെ. കളവ് മാത്രല്ല അവിടെ വരുന്നത്, ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞിട്ട് ഇന്ന സമയത്ത് തരുന്നു പറഞ്ഞിട്ട് തരാതിരിക്കണം. അപ്പൊ അവിടെ വാക്ക് ലംഘനം വരികയാണ് അല്ലെ. ഒരു വാക്ക് പറഞ്ഞിട്ട് ആ വാക്കിനെ നമ്മൾ ലംഘിക്കുകയാണ് അവിടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, രണ്ടു കാര്യങ്ങൾ കടം മേടിച്ചാൽ അവന്റെ ജീവിതത്തിൽ അറിയാതെ വന്നു ചേരുന്നതാണ്. ഒന്ന്, അവന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തത്, അവന്റെ വാക്ക് അവിടുന്ന് സ്ഥിരത ഉണ്ടാകൂല, വാക്കിങ്ങനെ ലംഘിച്ചു കൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കടം മേടിച്ചോ, കടം മേടിക്കലും അത് കൊടുക്കൽ സുന്നത്തായ ഒരു അമലാണ്. ഒരാൾ നമ്മോട് കടം ചോദിച്ചു, ആ കടം ചോദിച്ചാൽ ആ കടം ചോദിച്ച പൈസ നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അവന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് ആ കടം കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ ആ കടം കൊടുത്തിട്ട് അതിന്റെ പേരിൽ എത്ര ആളുകളാണ് എൻ്റെ പ്രിയമുള്ളവരെ വേദന അനുഭവിച്ചു പോയിട്ടുള്ളത്, സങ്കടങ്ങൾ അനുഭവിച്ചു പോയിട്ടുള്ളത്, കിട്ടേണ്ട കടം കിട്ടാതെ പ്രയാസപ്പെട്ടു പോയിട്ടുള്ളത് എത്ര ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ വേണം. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവർ, നാല് കടം കൊടുത്തിട്ട് ആ കടം കിട്ടാതെ എത്ര ആളുകൾ വിഷമിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ കടം മേടിക്കുമ്പോ നമ്മൾ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കും. നമ്മുടെ വാക്ക് നമ്മൾ ഇന്ന ദിവസത്തിൽ തരും എന്നെ പറഞ്ഞാൽ ഒരിക്കലും തന്നെ എന്റെ പ്രിയമുള്ളവരെ അത് പറയാതിരിക്കരുത്, അത് കൊടുക്കാതിരിക്കരുത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്തു, നമ്മളിൽ നിന്ന് ഒരാൾ കടം മേടിച്ചാൽ അയാൾക്ക് കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടും. ഇപ്പൊ നമ്മളിരുന്ന് ആരെങ്കിലും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, അയാള് നമ്മളെ കാണുന്ന സമയത്ത് ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്, ഫോൺ അടിച്ചെടുക്കൂല. അപ്പൊ നമുക്ക് ആകെ ടെൻഷനാകും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല അല്ലെ. ഇനി നേരെ നമ്മൾ ഒരാളിൽ നിന്ന് നമ്മൾ കടം മേടിച്ച അയാളോട് പോയിട്ട്, എടാ എന്റെ പ്രയാസം ഞാൻ പറഞ്ഞതൊക്കെ എന്റെ ഡേറ്റിലായിരുന്നു, പക്ഷെ എനിക്ക് തരാൻ കഴിയില്ല, എന്റെ അവസ്ഥ എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞ അയാളോട് സംസാരിക്കാനുള്ള ഒരു മൈൻഡ് പോലും ഇന്ന് പല ആളുകളും കാണിക്കൂല. എന്നിട്ട് അതിന്റെ പകരം മുങ്ങി ഇങ്ങനെ നടക്കും. മനസ്സിലായോ? അങ്ങനെ മുങ്ങി നടക്കുന്നുട്ടോ. എന്നിട്ടോ ആ പൈസ എന്റെ പ്രിയമുള്ളവരെ വേണ്ട രൂപത്തിൽ അവിടുന്ന് അത് പിന്നെ വാങ്ങാനോ അതിന്റെ കാര്യത്തിൽ ചർച്ച നടത്താൻ പോലും എന്റെ പ്രിയമുള്ളവരെ ഇന്ന് പല ആളുകളും മുന്നോട്ട് വരുന്നില്ല. അല്ലാഹു നമുക്കൊക്കെ അല്ലാഹു ബോധം നൽകട്ടെ.